അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 85 PS ആണല്ലേ? 85 PS ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കംപ്ലൈൻസ് ഒക്കെ കുറവായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. 2021 മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. ഇല്ല, ഫ്ലഡ് അഫക്റ്റഡ് ആയിരിക്കില്ല, കമ്പനി സർവീസ് ഉള്ളതായിരിക്കും. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ. നല്ല രീതിയിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മൾ പറയുന്ന വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റേറ്റ് പറയുന്നത്. ജീപ്പ് കോമ്പസിന്റെ 4x4 ആണ്. 4x4 ടോപ്പ് എൻഡ് ഇല്ല, ഇപ്പൊ നല്ല കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് 2014 മോഡല്, 30,000 കിലോമീറ്റർ പെട്രോൾ സിംഗിൾ ഓണർ. 30,000 ജെന്യൂൻ കിലോമീറ്റർ കമ്പനി സ്റ്റെറിങ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കാനൊക്കെ ആയിട്ട് സാൻഡ്രോ എടുക്കുന്ന ഒരു സമയമാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. നിറഞ്ഞ് വണ്ടികൾ കിടക്കുന്ന ഈ ഷോറൂമിന്റെ പേരാണ് ഫെയർവീൽസിലാണ് ഞാനുള്ളത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നമ്മുടെ പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷനിലാണ്. കളമശ്ശേരി ഡെക്കാത്തലോണിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർഫാസ്, പുതിയ ആളാണ്. നമ്മുടെ ഇവിടെ മുമ്പത്തെ വീഡിയോ ചെയ്യുമ്പോൾ വരാതെ മാറി നിന്ന ഒരാളാണ്. ഇന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, കോൺഫിഡൻസ് കയറ്റി കൊടുത്താണ് ഞങ്ങൾ. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. നല്ല കിടുക്കം കലക്കം വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 1, 2, 3 വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ഓടിച്ചിട്ട് പറയുന്നതായിരിക്കും. പിന്നെ കുറച്ച് സെയിലായ വണ്ടികളല്ലേ, അഡ്വാൻസ് ആയ വണ്ടികൾ കിടപ്പുണ്ട്, ടോക്കൺ ആയ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ വീഡിയോ ഇടാൻ നേരത്തെ എപ്പോഴും ആൾക്കാർ ചില കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്, ഇതൊന്നും വിറ്റ് പോകില്ല, ഇത് കുപ്പിലിട്ട് വെച്ചു, അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അതിനൊന്നുമല്ല, നമ്മൾ നല്ല വണ്ടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടം നടന്ന വണ്ടികൾ കിടപ്പുണ്ട്. ഇന്നോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന വണ്ടികൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങിയാലോ? ഈ ക്രെറ്റയിൽ തുടങ്ങാം, ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇടയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇത് 2020 ആണ്. അതായത് ഈ ഷേപ്പ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ വണ്ടിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ ഷേപ്പിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് ഉള്ള വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ തന്നെ ബ്ലാക്ക് ഒരുപാട് ഡിമാൻഡുള്ള വണ്ടിയാണ്. അതും ലോ കിലോമീറ്റർ വണ്ടിയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് 2020 എത്ര ഓടിയുണ്ട് വണ്ടി? 30,000 കിലോമീറ്റർ. ഞാൻ പറഞ്ഞത് 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല കിടുക്കം മൈലേജ് ഉള്ള വണ്ടിയായിരിക്കും. റീപ്ലേസ്മെന്റുകളില്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. ഓടിക്കുക കിടുക്കം കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ് ഈ കിടക്കുന്ന ക്രെറ്റ എന്ന് പറയുന്നത്. ഇതിന് ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കമ്പനി അലോയ് വരുന്നുണ്ട്. ഇന്റീരിയറിലും അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ടച്ച് സ്ക്രീൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ വില എത്ര പറയുന്നത്? 12,30,000. ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ല, പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പോഴായിരിക്കും ആ ഒരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കുക. അപ്പോൾ ഇത്രയും ഞാൻ കീച്ചു വിട്ടത് അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ ഈ കിടക്കുന്ന ജീപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫെയർവീൽസിലെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അടുത്ത ഡസ്റ്റർ, ഇതേതാ വണ്ടി? 2017 മോഡൽ, 2017. 85 PS ആണല്ലേ? 85 PS ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കംപ്ലൈൻസ് ഒക്കെ കുറവായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങൾ വരുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്, റൂഫ് റെയില്. ഇത് വേരിയന്റ് ഏതായിരുന്നു? RX Z എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. എത്ര ഓടിയുണ്ട്? ഇത് 89,000 കിലോമീറ്റർ ഓടിയുണ്ട്. 89,000 ഓടിയ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ നമ്മുടെ വില 6,80,000 ആണ്. പ്രൈസിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് അല്ലേ? ഏകദേശം എത്ര? 85 to 90% ഫിനാൻസ് കയറും. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. വണ്ടിക്ക് എന്തായാലും ആ ഒരു റേഞ്ചിൽ കയറും. ആ ക്രെറ്റയ്ക്കും ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഫിനാൻസ് കയറാത്ത വണ്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ 2013 മുകളിലേക്കുള്ള വണ്ടികൾക്കെല്ലാം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റൂലേ? 3 വർഷം മുതൽ 5 വർഷം വരെ ഫിനാൻസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വീണ്ടും ഒരു കിടുക്കം വണ്ടിയാണ്. സെൽട്ടോസ്
ഇതും ടോപ്പ് എൻഡ് വണ്ടിയാന്ന് തോന്നുന്നു. ബാക്കി എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. മോഡൽ ഏതാ? 2021 മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പ്രത്യേകത വെച്ചാൽ ആകെ 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇന്റീരിയറിലൊക്കെ നല്ല കിഡിലൻ സെറ്റപ്പ് ആയിട്ട് കിടക്കണം. ലോക്കായി പോയോ? ഇന്റീരിയർ സ്റ്റൈലിലേക്ക് വരുമ്പോഴും നല്ല നീറ്റ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി കിടക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലോ. ക്രൂസ് കൺട്രോളർ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട. പറഞ്ഞ പോലെ തന്നെ സൺറൂഫ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ വണ്ടിക്കുള്ളൂ. പോരായ്മ മാത്രമേ ഉള്ളൂ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ വണ്ടികൾക്ക് ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുപ്പിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിന്റെ വില എത്രയായിരുന്നു? പിന്നെ 11,90,000. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിനും ഫിനാൻസ് കയറും. ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു i20, നീല i20. ഏതാ മോഡൽ? അടിപൊളി കളറാണ്. 2017 മോഡൽ. പെട്രോൾ ഡീസലോ? ഡീസൽ മാനുവൽ ഡീസൽ സ്പോർട്സ് വേരിയന്റ് ആണ്. എത്ര ഓടിയുണ്ട് ഇത്? 89,000 ഓടി. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെ വില എത്ര? അപ്പോൾ വില വരുന്നത് 5,85,000. 5,85,000. ഓക്കെ, 5,85,000 ആണ്. ഇതിനും ഏകദേശം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ മതിയാവും. ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു 750 ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് കയറുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കില്ല. കമ്പനി സർവീസ് ഉള്ളതായിരിക്കും. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അങ്ങനെയുള്ള വണ്ടികളൊക്കെ. അപ്പോൾ നമ്മളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വീണ്ടും ഒരു i20 ഉണ്ടല്ലോ, 2021 മോഡൽ. പെട്രോൾ ആണോ? അത് പെട്രോൾ അല്ല, ഡീസലാണ്. ഡീസൽ മാനുവൽ സ്പോർട്സ് വേരിയന്റ് തന്നെ. പുതിയ ഷേപ്പിൽ ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. എത്ര ഓടിയുണ്ട്? 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 25,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്റീരിയർ ലോക്കായി പോയല്ലേ? സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി. വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. കിടക്കൻ കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വില എത്ര? ഇതിന് 8,90,000. അതിനും പ്രൈസിൽ പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ ആ കിടക്കുന്ന രണ്ട് വണ്ടികൾ, ഒന്ന് പെട്രോൾ അമേസ്, ഡീസൽ അമേസും. ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികൾ തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു തരാമെന്നാണ് കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന ഇഗ്നീസ്, ഇത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടതാണ്, റീലായിട്ട് ഇട്ടതാണ്, വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കി കമൻറ്റ് ഇട്ടിരുന്നു, വണ്ടി പോകുമൊന്നുമില്ല, നീയൊക്കെ തന്നെ വെച്ചോ, നീ അവർക്ക് കൊടുത്തോ, നീ മറ്റവർക്ക് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു. വണ്ടി സെയിലായിട്ട് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മൾ പറയുന്ന വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റേറ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. വണ്ടി സെയിലായിട്ടുണ്ട്. ടോക്കണായി ഫിനാൻസിന്റെ കാര്യങ്ങളിലേക്ക് പേപ്പർ വർക്കിന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുന്നവരൊന്നും കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവിടുന്ന് വണ്ടി വിറ്റുകൊണ്ടേയിരിക്കും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു സെറ്റപ്പ് വണ്ടിയാണല്ലോ. ഇത് പ്രീമിയം സെക്ഷനിൽ വന്ന വണ്ടിയാണ്. ജീപ്പ് കോമ്പസിന്റെ 4x4 ആണ്. 4x4 ടോപ്പ് എൻഡ് വരും. ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. അതായത് ഒരു ഗ്രീനും ഒരു ഗ്രേയും കൂടി ചേർന്നിട്ടുള്ള കളറാണ്. സൺറൂഫ് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയണ്ടല്ലോ, 360 ക്യാമറ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ലിമിറ്റഡ് എന്ന് പറയുന്ന എഡിഷൻ ആണ്. ഏതാ മോഡല്? 2022 മോഡല് ലിമിറ്റഡ്. പെട്രോൾ ആണത്? ഡീസലാണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മോഡ് SO2 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വില എത്രയായിരുന്നു? പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ 369 നമ്പർ പ്ലേറ്റ്, ഫാൻസി നമ്പർ ആണ്. 369 എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മമ്മൂക്കയുടെ ഒരു നമ്പറാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു 6 കൂടി ഇട്ട്, അപ്പോൾ മമ്മൂക്ക ആരാധകന് വേണമെങ്കിൽ മേടിക്കാട്ടെ ഈ വണ്ടി. അപ്പോൾ വില എത്രയാണ് നമ്മൾ പറയുന്നത്? വില വരുന്നത് 23,50,000. 23,50,000. ഇതിന് പുതിയതിന് 10-15 ലക്ഷം രൂപ വില ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ 3 വർഷം പഴക്കമുള്ള വണ്ടിയാണ്.
23,50,000 അല്ലേ? വിലയിൽ ഇതിലും വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. ഫിനാൻസ് കയറും, ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട്. പ്രൊഫൈൽ അനുസരിച്ച് ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഇതിലെല്ലാം കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത വണ്ടി 2 പോളോ കിടപ്പുണ്ട്, ഒരു i20 കിടപ്പുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികളാണ്. ഇത് എത്രയായിരുന്നു വില പറഞ്ഞിരുന്നത്? ഇത് 515 മോഡല് 2017 കംഫർട്ട് ലൈൻ പെട്രോൾ മാനുവൽ ആണ്. ഇത് ഏതായിരുന്നു? ഇത് 2019 കപ്പ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് തന്നെയാണ്. ഓക്കെ, പെട്രോൾ മാനുവല് 6,10,000 ആണ്. 2019 ആണ്. ഇത് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചുകൊണ്ടാണ് ഇന്റീരിയർ ഒന്നും കാണിക്കാത്തത്. ഈ i20 ഏതായിരുന്നു മോഡൽ? ബഡ്ജറ്റ് കാറാണ്, 2011 മോഡലാണ്. ഓക്കെ, വില വരുന്നത് 2,20,000. 2,20,000. എത്ര ഓടിന്റെ വണ്ടി? ഇത് വരുമ്പോ 1 ലക്ഷത്തിലൊക്കെ അടുത്ത് ഓടിന്റെ. ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസ് അവൈലബിൾ അല്ല, 11 ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ ഇവിടെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. ഒരു പോളോ ഉണ്ടല്ലോ ഇവിടെ, ഇത് 2017 മോഡൽ. 2017 മോഡൽ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ പറയാം. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? 74,000 കിലോമീറ്റർ ഓടി. 74,000 കിലോമീറ്റർ ഓടിയ ട്രെൻഡ് ലൈൻ ആണ്. പെട്രോൾ മാനുവൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതായത് ഫ്ലോർ ലെവലിൽ വെള്ളം ഫ്ലഡഡ് ആണ്. അതായത് ഈ ടയറിന്റെ ഒക്കെ ഈ ഒരു ലെവലിൽ വെള്ളം കയറിയത്, അല്ലാതെ വെള്ളം കയറി മുങ്ങിപ്പോയ വണ്ടിയല്ല. എഞ്ചിനിലേക്കോ സ്റ്റിയറിംഗിലേക്കോ ഇന്റീരിയറിലേക്കോ ഒന്നും വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ വെള്ളം കയറി മെക്കാനിക്കൽ കംപ്ലൈന്റും ഇല്ല, തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ നല്ല കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എത്ര? 3,40,000. 3,40,000 ആണ് ഇതിന് പറയുന്ന റേറ്റ്. ഫിനാൻസ് ഒക്കെ കയറും കേട്ടോ. ഫിനാൻസ് കയറുന്ന വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഫിനാൻസ് കയറുന്ന വണ്ടി തന്നെയാണ് ഇത്. ഈ വണ്ടി സോൾഡ് ആയതാണ്. ഇതും ടോക്കൺ ആയി കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല. ഈ സണ്ണി ഇത് ടോക്കൺ ആയതാണോ? ഇത് ടോക്കൺ ആയതല്ല, ഇത് ഡീസലാണ്. ഡീസൽ സണ്ണിയാണ്. ഇത് വരുമ്പോ 2018 മോഡൽ വണ്ടിയാണ്. സണ്ണി ഡീസലാണല്ലേ? ഡീസലാണ്. എത്ര ഓടിയുണ്ട്? 65,000 കിലോമീറ്റർ ഓടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ 18 മോഡൽ ഒരു സെഡാൻ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഡിസ്കണ്ടിന്യൂഡ് മോഡലാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ വില എത്ര പറയണേ? വില വരുന്നത് 3,40,000 ആണ് വില പറയുന്നത് കേട്ടോ. ഫിനാൻസ് ഒക്കെ കയറാൻ സാധ്യതയുണ്ട്, നോക്കാം. അപ്പോൾ ഇത് i20, ഇതും ടോക്കൺ ആയി കിടക്കുന്ന വണ്ടിയാണ്. ഫിനാൻസ് കയറാൻ വേണ്ടി പേപ്പറെല്ലാം കൊടുത്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതും കൂടി ഒന്ന് നിങ്ങളുടെ കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതിന് 2007 മോഡൽ ഇൻഡിക്ക വിസ്റ്റ ഓട്ടോജെറ്റ് എഞ്ചിനാണ് വരുന്നത്. ഡീസലാണോ? ഡീസൽ മാനുവൽ ആണ്. വില എത്ര നമ്മൾ പറയുന്നത്? വില വരുന്നത് 99,000 ആണ്. 1 ലക്ഷം ആണ് ചോദിക്കുന്നത്. 1 ലക്ഷം നെഗോഷ്യബിൾ ആണ്. 1 ലക്ഷമാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കഴിഞ്ഞ വീട്ടിൽ കാണിച്ച വണ്ടിയാണ്. ഇത് പുതിയൊരു വണ്ടിയാണ് കേട്ടോ. ഇത് സണ്ണി. ഇതേതാ മോഡൽ? 2014 മോഡൽ 30,000 കിലോമീറ്റർ ഓടി. പെട്രോൾ, സിംഗിൾ ഓണർ. 30,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സ്റ്റെറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി അല്ലേ? പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ്. അപ്പൊ ഇതിന്റെ എത്ര വില പറയുന്നത്? വില വരുന്നത് 2,30,000 രൂപ. 2,30,000. നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഓണർഷിപ്പ് ഏതാ പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. 2 രൂപയോളം ഫിനാൻസ് കയറുന്നതാണ്. ഈ സാൻഡ്രോ ടോക്കൺ ആയതാണോ? ടോക്കൺ ആയതല്ല, ആൾക്കാർ വിളിക്കുന്നുണ്ട്. ചോദ്യമുള്ളതാണ്. കാരണം ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കാനൊക്കെ ആയിട്ട് സാൻഡ്രോ എടുക്കുന്ന ഒരു സമയമാണ്. ഇതേതാ മോഡൽ? 2007 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ലോ കിലോമീറ്റർ ആണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി. അത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ധൈര്യമായിട്ട് എടുക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ കംപ്ലൈൻസ് ചെറിയ ഇതൊക്കെ ഉള്ളതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് എടുത്ത് ഓടിക്കാൻ പറ്റുന്നതാണ്. ഇന്റീരിയർ സൈഡ് ചെറിയ സീറ്റിനൊക്കെ പഴക്കത്തിൻ്റെതായ ഡാമേജ് ഉണ്ടെന്നുള്ളതല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ക്യാമറമാൻ ഇന്റീരിയർ തുറക്കാൻ പോവുകയാണ്. തുറന്നാ? യെസ്. അപ്പോൾ ഇന്റീരിയർ സൈഡ് ഒന്ന് കണ്ടോളൂ. കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. യെസ്. അപ്പോൾ ഇതിന് വില എത്ര പറഞ്ഞത്? 80,000 ആണ് പറയുന്ന വില കേട്ടോ. വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അടുത്ത വരുന്നത് ഒരു ഹോണ്ട സിറ്റി ആണ്. അപ്പോൾ ഇത് ഏതാ മോഡൽ? 2014 മോഡൽ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് 2014 മോഡല്. എത്ര ഓടിയുണ്ട്? ഇത് 92,000 കിലോമീറ്റർ ഓടിയാണ്. ഓക്കെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. ഇതിന്റെ ചാവി ഉണ്ടാവില്ലേ? ഒന്ന് തുറന്നു കൊടുക്കൂ. ക്യാമറമാൻ ഇന്റീരിയർ ഒന്ന് കാണിച്ചോട്ടെ. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല.
സീറ്റിന് പഴക്കത്തിൻ്റെതായ ഡാമേജ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. SV ആണ് വേരിയന്റ്. SV ആണ് വേരിയന്റ്. വീലുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്, വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺവേർഷൻ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്മുടെ വില എത്രയാ? പിന്നെ 4,50,000. 4,50,000 ആണ്. വലിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. 2014 ആയതുകൊണ്ട് ഫിനാൻസും കയറും. ഏകദേശം ഒരു 50 രൂപയൊക്കെ താഴെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. ഈ കിടക്കുന്ന MG ഹെക്ടർ ഇപ്പോൾ വന്നുള്ളൂ, ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഇന്ന് വിളിച്ചാൽ മതി കേട്ടോ. ബാക്കി ഇപ്പുറത്ത് ഇറക്കുന്ന ഈ ഒരു ഫോർച്യൂണർ 2014 മോഡൽ 4x2 വേരിയന്റ് ആണ്. ഓക്കെ, ഇത് സോൾഡ് ആയതാ. ഇത് കസ്റ്റമർ നോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന പേപ്പർ വർക്കിനൊക്കെ പോയേക്കണ വണ്ടിയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കാണിച്ചു. ഇനി അകത്ത് പോയിട്ട് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 2-3 വണ്ടികളുണ്ട്, അതും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഈ ജീപ്പ് കോമ്പസ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു. 2018 സിംഗിൾ ഓണർ ആണ്. 52,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 11,50,000. അത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ മാനുവൽ ആണ്. ലിമിറ്റഡ് എഡിഷൻ ആണ് വണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഓടിച്ചിട്ട് കാണിക്കാന്ന്. പിന്നെ അവിടെ കിടക്കുന്ന 2 അമേസ് ഉണ്ട്. വൈറ്റ് 2013 മോഡലാണ്, സിംഗിൾ ഓണർ, ഡീസൽ മാനുവൽ ആണ്. വൈറ്റ് 1,30,000 ഓടിയിട്ടുണ്ട്. വില വരുന്നത് 3,70,000. ഓക്കെ, അപ്പുറത്ത് ഇറക്കുന്നത് ഗ്രേ. അത് ഗ്രേ വരുമ്പോൾ പെട്രോൾ ആണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ. 2017 മോഡലാണ്, ഓട്ടോമാറ്റിക്, 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. വില വരുന്നത് 4,25,000. 4,25,000. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികൾ, സോൾഡായ വണ്ടികൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാം നിങ്ങൾ അറിയണമല്ലോ. നമ്മൾ വീഡിയോ ചെയ്യൽ മാത്രമല്ല, കച്ചവടം കൂടി നടക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ. അതെ, കാരണം ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. അത് വണ്ടി വാങ്ങിക്കാനൊന്നുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, വെറുതെ വരും, കമന്റ് ഇടും, നമ്മളെ ഇതാക്കും, അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നല്ല വണ്ടികളാണ് വിൽക്കാറുള്ളൂ. നല്ല വണ്ടികളാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഷോറൂം, നമ്മുടെ എല്ലാ ഷോറൂമിലും പോയി വീഡിയോ എടുക്കാറില്ല. നമുക്ക് ഉറപ്പുള്ള, നമുക്ക് വിശ്വാസമുള്ള ഷോറൂമുകളിലാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്, വണ്ടികൾ സെയിലാവുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് പരിഹരിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ. വണ്ടി ഒരു പുതിയ എല്ലാം ചെറുതായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്താണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. തേഞ്ഞ ടയർ ഉണ്ടാവില്ല, എന്തെങ്കിലും കസ്റ്റമർ നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും, പരിഹരിക്കാൻ പറഞ്ഞാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കും. പുതിയൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്നത് എങ്ങനെയാണോ അത് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട്. നമുക്ക് പല വീഡിയോയിലും ഇവിടുത്തെ വീഡിയോയിൽ പറയാറുള്ളതാണ്. പിന്നെ ഡെലിവറി ഉണ്ടല്ലോ, ഓൾ കേരള ഡെലിവറി ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, എക്സ്ചേഞ്ച് ഓപ്ഷനും ഉണ്ട്. നല്ല വണ്ടി ആയിരിക്കണം, ഇടിച്ചതോ വെള്ളം കയറിയതൊന്നും നമ്മൾ എടുക്കില്ല. നല്ല വണ്ടിയായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ വിലയിൽ പറഞ്ഞ വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഡീറ്റെയിൽസും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. അടുത്ത വീഡിയോയിൽ സെറ്റപ്പായിട്ട് നിൽക്കാം അല്ലേ. ആദ്യത്തെ വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ഒരു പരിങ്ങലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ സെറ്റപ്പായിട്ട് നിൽക്കുന്നതായിരിക്കും. ക്യാമറമാൻ്റെ കൈ അടയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്കൊരു ബൈ കൊടുക്കാം. ബൈ ബൈ.